ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിസ്മസ് സീരീസിലൊരു ഫ്രിൽഡ് ഫ്രോക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാട്ടോ ഒന്ന്. അപ്പോൾ ഇത് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കത്രികയാണ് കേട്ടോ. എൻ്റെ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്തതാണ് സർപ്രൈസായിട്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന യോക്ക് പോർഷനാണ്, അതുപോലെ തന്നെ അതിൻ്റെ ലൈനിങ്ങും. അപ്പോൾ ഞാനതിന് രണ്ട് സൈഡിലും ബാക്കിലും ഫ്രണ്ടിലും റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഒരു 3 ഇഞ്ചസ് കൊടുക്കുന്നുണ്ട്. നെക്ക് ലെങ്ത്ത് ഒരു 5 ഇഞ്ച് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. ആ റൗണ്ട് ഷേപ്പിലാണ് കൊടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഒരു 1/2 ഇഞ്ചിൻ്റെ ഡിഫറൻസേ ഉള്ളൂ രണ്ട് സൈഡും തമ്മിൽ. അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യാന്നുള്ളത് നമ്മളൊരു അംബ്രല്ല ഫ്രോക്ക് ചെയ്ത സമയത്ത് ആ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാനൊരു ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് സൈഡും നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ട് എനിക്കെല്ലാം എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് നമ്മൾ പഫ് സ്ലീവാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് പഫ് സ്ലീവ് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടെണ്ണത്തിനും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടും പിന്നെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അധികം ടൈം ചാർജ് നിൽക്കില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ഫോൺ ഓഫായി പോകും. നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിലും അറിയില്ല ഫോൺ ഓഫ് ആവുന്നത്. അങ്ങനെ കുറേ ഭാഗങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഫുൾ ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാനിത് രണ്ട് സൈഡും ഇതുപോലെ നമ്മുടെ പഫ് സ്ലീവ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, പിന്നെ സ്ലീവ് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ ഒന്ന് ഇതുപോലെ മടക്കി അടിക്കുന്നുണ്ട്. ചെറുതായിട്ട് മടക്കി അടിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് യോക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവും നമ്മുടെ ഷേപ്പൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ്സ് നോക്കുക. ചെസ്റ്റ് അതുപോലെ നമ്മുടെ ഷേപ്പ് വേസ്റ്റ് റൗണ്ടൊക്കെ നോക്കിയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷമാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഫ്രില്ല് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാണി ഒരു 5-ലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഫ്രിൽസ് വരും കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ലൈനിങ്ങും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വൈറ്റ് ക്ലോത്താണ് കേട്ടോ ലൈനിങ്ങിന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ യോക്കിൽ വെച്ചില്ലായിരുന്നു ആ സെയിം പീസ് തന്നെ. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ താഴേക്കുള്ളതുമേ ഞാനിതുപോലെ ലൈനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ മോൾ ഭാഗം യോക്കുമായിട്ട് നമുക്കിതിനെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെറിയ ഫ്രോക്കിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നു അംബ്രല്ല ഫ്രോക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തൊട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അത് നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ടുള്ളവർ അല്ലെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്കിതിൻ്റെ സൈഡ് പോർഷനും അതുപോലെ തന്നെ താഴ്ഭാഗം മടക്കി അടിക്കും കൂടി വേണം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ.